PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് എമിഗ്രേറ്റും ഇമിഗ്രേറ്റും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എമിഗ്രേറ്റ്, ഇമിഗ്രേറ്റ്. എമിഗ്രേറ്റിന്റെ ആദ്യത്തെ ലെറ്റർ ഇ ആണ്. ഇമിഗ്രേറ്റിന്റെ ആദ്യത്തെ രണ്ട് ലെറ്റർ IM ആണ്. എന്നിട്ട് മൈഗ്രേറ്റ് എന്ന് പറയുന്ന വേർഡുണ്ട്. മൈഗ്രേറ്റ്. മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്നാണ്. ഇമിഗ്രേറ്റിൽ നമ്മൾ ഇ പ്ലസ് മൈഗ്രേറ്റ് എന്നും ഇമിഗ്രേറ്റിന് നമുക്ക് IM പ്ലസ് മൈഗ്രേറ്റ് എന്നും എഴുതാം. ഇതിലെ ഇമിഗ്രേറ്റിലെ ഇ എന്ന് പറയുന്ന ലെറ്റർ എക്സിറ്റ് അല്ലെങ്കിൽ ഔട്ട് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പുറത്തേക്ക് പോകുക. ഔട്ട് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പുറത്തേക്ക് പോകുക. എമിഗ്രേറ്റിന്റെ അർത്ഥം എന്താണ്? പുറത്തേക്ക് പോകുക. ഒരു രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോകുന്നതിനെ നമുക്ക് എമിഗ്രേറ്റ് എന്ന് പറയാം. സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതിനെ നമുക്ക് എമിഗ്രേറ്റ് എന്ന് പറയാം. എ എന്ന് പറയുന്ന മലയാള അക്ഷരം എക്സിറ്റിനെ സൂചിപ്പിക്കുന്നു. എക്സിറ്റിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വേർഡാണ് ഇമിഗ്രേറ്റ്. ഇമിഗ്രേറ്റിന് നമുക്ക് IM പ്ലസ് മൈഗ്രേറ്റ് എന്ന് പറയാം. മൈഗ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ മൈഗ്രേറ്റ് എന്ന് പറയാം. അതിന്റെ മുന്നിൽ ഇം എന്ന് പറയുന്ന ലെറ്റർ വന്നു. ഇം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അല്ലെങ്കിൽ ഇൻഡു. ഇൻ എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിൽ. ഇൻഡു എന്ന് വെച്ചാൽ ഉള്ളിലേക്ക്. അപ്പൊ ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരിക, ഒന്നിന് അകത്തേക്ക് വരിക. അതായത് ഒരു രാജ്യത്തിന് അകത്തേക്ക് വരുന്നതിന് നമുക്ക് ഇമിഗ്രേറ്റ് എന്ന് പറയാം. ഒരു രാജ്യത്തേക്ക് വരുന്നതിന് നമുക്ക് ഇമിഗ്രേറ്റ് എന്ന് പറയാം. അപ്പൊ എമിഗ്രേറ്റ് രാജ്യം വിട്ടു പോകുന്നു. എമിഗ്രേറ്റ് രാജ്യം വിട്ടു പോകുന്നു. ഇമിഗ്രേറ്റ് രാജ്യത്തേക്ക് വരുന്നു. ഇമിഗ്രേറ്റ് രാജ്യത്തേക്ക് വരുന്നു. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മീൻസ് ടു ലീവ് വൺസ് കൺട്രി വിത്ത് എ വ്യൂ ടു സെറ്റിലിംഗ് ഇൻ എ ഫോറിൻ കൺട്രി. ഇവിടെ എന്താണ്? ഡാഷ് മീൻസ് ടു ലീവ്. ടു ലീവ് മീൻസ് ഉപേക്ഷിക്കുക. ടു ലീവ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആക്കുക, പുറത്തേക്ക് പോകുക. അങ്ങനെ പുറത്തേക്ക് പോകുക, എക്സിറ്റ് ആകുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം? എമിഗ്രേറ്റ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? എമിഗ്രേറ്റ്. എമിഗ്രേറ്റ്. ഈ രണ്ട് വാക്കുകളും അവയുടെ അർത്ഥത്തിലുള്ള വ്യത്യാസവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.